താങ്കളെ കുറിച്ച് വളരെ വൾഗറായിട്ട് താങ്കൾ ഒരു പിതൃശൂന്യനാണ്, ഒരു തന്തയ്ക്ക് പിറക്കാത്ത ഒരാളാണ്, വാക്കിൽ സ്ഥിരമില്ലാത്തതാണ്, ഒരു ദിവസം പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിക്ക് ചാടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് വെള്ളപ്പള്ളി നടേശൻ വളരെ മോശമായി താങ്കളെ പറ്റി. താങ്കൾ എപ്പോഴും വെള്ളപ്പള്ളിയെ പറ്റി നല്ല ക്രൈമിനോട് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്ത് പറ്റി വെള്ളപ്പള്ളി? അതിയാനെ പോലെ വൃത്തികെട്ടി ഒരുത്തൻ ലോകത്ത് ജനിച്ചിട്ടുണ്ടോ? റാസ്കൽ എന്ന് ആരെങ്കിലും വിളിച്ച് എന്തോന്ന് വിളി കേട്ടുകൊണ്ട് ഓടി വരുന്ന ഒരു വൃത്തികെട്ടവനാണ് അയാളെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ CPM ആണെന്നാണ് പറയുന്നത്. CPMൻ്റെ പിണറായി വിജയൻ്റെ ഒരു ദൂതനാണെന്ന് അയാളെപ്പറ്റി പറയുന്നത്. അയാളുടെ മകൻ BJP ആണ്. BJP അല്ലേ BDS. അപ്പോൾ പിന്നെ അപ്പനും മകനും എന്നുള്ള ബന്ധമുള്ളതായി ഈ രാഷ്ട്രീയമായിട്ട് അവരൊന്നും ഒരു ബന്ധവുമില്ല. മകൻ തുഷാർ വെള്ളാപ്പള്ളി BDSൻ്റെ സ്ഥാനാർത്ഥിയുടെ കോട്ടയം നിൽക്കുക. പിന്നെ തന്തയെപ്പറ്റി ഭർത്താൻ പറയുന്നത് തന്ത എന്നെ നീ കാണിക്കട്ടെ, അയാൾ വീരദോഷിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന്. അയാൾ പിണറായിക്ക് വേണ്ടി എന്ത് കുളത്തരം പറയുന്നത് കാണിക്കുകയും ചെയ്യുന്നത്. അയാളെ മൈൻഡ് ചെയ്യാൻ പോകുന്നു. BDSൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന തുഷാർ വെള്ളാപ്പള്ളിയും അങ്ങയെ കുറിച്ചിട്ട് വളരെ മോശമായി സംസാരിക്കേണ്ടായി. സാരമില്ല, അവന് വിവരമൊക്കെ കിടന്ന് കൂട്ടിയാൽ മതി. താങ്കൾ അപ്പോൾ കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി താങ്കൾ ഇറങ്ങുമെന്നാണ് പറയുന്നത്? അല്ല, എനിക്ക് അങ്ങനെ ഇല്ലെന്ന്. പാർട്ടിയിൽ നിന്ന് ഞാനിപ്പം 21-ാം തീയതി ഞാനിപ്പോൾ കോഴിക്കോട്ടാണ് ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം. 22-ാം തീയതി കണ്ണൂർ ഇലക്ഷൻ കൺവെൻഷൻ ഞാനാണ് അവക്കെടുത്തത്. അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ആലപ്പുഴ വിളിച്ച് ഞാൻ ഡേറ്റ് മാറ്റി കൊടുത്തിരിക്കുക. എല്ലായിടത്തും പോകും. അപ്പം കോട്ടയത്ത് എന്നെ വിളിക്കുന്നതനുസരിച്ച് പോകുന്നത്. അല്ലാതെ ഞാനിങ്ങോട്ട് വരുവാണെന്ന് പോകേണ്ട ആ ഗതികളൊന്നും എനിക്കില്ല. ഞാനങ്ങനെ ഒരുത്തൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നവനല്ല. എൻ്റെ രാഷ്ട്രീയം BJP ആണെന്നുള്ളൂ. അല്ല, എൻ്റെ വ്യക്തിത്വം ഞാൻ ഒരുത്തൻ്റെ വീട്ടിൽ കൊണ്ട് പണയം വെച്ചിട്ടില്ല. എൻ്റെ ആവശ്യം എനിക്കില്ല. ഇവൻ്റെ ഒന്നും പണം എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ കാരണന്മാരുണ്ടാക്കുന്ന സ്വത്ത് കൊണ്ട് ജീവിക്കുന്നവനാണ്. രാഷ്ട്രീയത്തിലും പണം ഉണ്ടാക്കാൻ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലയ്ക്ക് ഇവൻ്റെ ഒന്നും കാലെ പിടിക്കാൻ എന്നെ കിട്ടുകയില്ല. ആരുടെയും ഇന്നയാളെന്നല്ല, ഒരുത്തൻ്റെയും കാലെ പിടിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ വ്യക്തിത്വം നിലനിർത്തി ഞാൻ മുന്നോട്ട് പോകും. ഇപ്പോൾ ഏത് നിയോജകമണ്ഡലത്തിൽ എവിടെയൊക്കെ പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയുടെ നിർദ്ദേശം കിട്ടി അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇത്രയും വ്യക്തിത്വമുള്ള ഒരു നല്ല മഹിളയാണ്, നല്ല സ്ത്രീയാണ്, മാന്യയായ കുടുംബിനിയാണ്, നല്ല സ്ത്രീ. അവരെയൊക്കെ പാർലമെൻറ്റിൽ വിടാൻ കഴിയണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ജയിക്കുമെന്ന് അറിയത്തില്ല. അവർ അവിടെ ആലപ്പുഴ സ്ഥാനാർത്ഥിയപ്പത്തേന് അവിടെ വേണുഗോപാലിനെ കൊണ്ട് ചാടിച്ചിരിക്കുക. ആ സ്ത്രീയോടുള്ള ഒരു വൈരാഗ്യമേ ഒന്ന് ആലോചിച്ച്. അതിപ്പം ഈ വേണുവും നമ്മുടെ ആരും കൂടെ അടിവെക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തം പിടിച്ചാൽ ശോഭ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി മോദിക്ക് വേണ്ടി കൈ പൊക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.